ഹായ്, ഞാൻ സെയ്ദ് CJ. ഇന്ത്യയിലെ GST നിയമത്തിൽ എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി GST നിയമത്തിൽ രണ്ട് മെക്കാനിസമാണ് ഉണ്ടാവുക. ഒന്ന് ഫോർവേഡ് ചാർജ് മെക്കാനിസവും വേറെ ഒന്ന് റിവേഴ്സ് ചാർജ് മെക്കാനിസവും. എന്താണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം? ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നവനോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവനോ അവരുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അതിൻ്റെ വിലയും ടാക്സും കളക്ട് ചെയ്തിട്ട് സപ്ലയർ തന്നെ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറയുക. എന്നാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST നിയമത്തിൽ ഒരു സപ്ലയർ അവരുടെ പ്രൊഡക്റ്റോ സർവീസോ ഒരു കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ കസ്റ്റമർ സപ്ലയർക്ക് അതിൻ്റെ വില മാത്രം കൊടുക്കുകയും എന്നാൽ അതിൻ്റെ ടാക്സ് റെസിപ്പിയൻ്റ് ആരാണോ അവർ തന്നെ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയും. എല്ലാ പ്രൊഡക്റ്റുകൾക്കും എല്ലാ സർവീസുകൾക്കും GST നിയമത്തിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇല്ല. നോർമലി GSTയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫോർവേഡ് ചാർജ് മെക്കാനിസമാണ്. അഥവാ വിൽക്കുന്നവൻ അല്ലെങ്കിൽ സപ്ലയർ തന്നെയാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വിലയും ടാക്സും വാങ്ങി വില സപ്ലയർ എടുക്കുകയും ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി ഗവൺമെൻറ്റിൽ അടച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്. അതേ സമയത്ത് ചില സ്പെഷ്യലൈസ്ഡ് ഗുഡ്സുകളോ സ്പെഷ്യലൈസ്ഡ് സർവീസുകളോ ഒരു സപ്ലയർ അയാളുടെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD റബ്ബർ ലീവ്സ്, കാഷ്നട്ട് പോലത്തെ പ്രൊഡക്റ്റുകൾ. സ്പെഷ്യലൈസ്ഡ് സർവീസുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാൻ പവർ റിക്രൂട്ട്മെന്റ് കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണെങ്കിൽ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വില മാത്രം വാങ്ങുകയും അതിൻ്റെ ടാക്സ് ആ കസ്റ്റമർ അഥവാ റെസിപ്പിയൻ്റ് തന്നെ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുക.